മലപ്പുറത്തും ശക്തമായ പ്രതിഷേധമാണ്. അവിടെ MSFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നു. ഷഹദ് റഹ്മാൻ അതിന്റെ വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, അവിടെയും സംഘർഷാവസ്ഥയാണോ? പ്രതിഷേധം ശക്തമാണോ? വേണു, തീർച്ചയായിട്ടും MSFന്റെ വനിതാ പ്രവർത്തകരാണ് മലപ്പുറം RDD ഓഫീസിലേക്ക് പ്രതിഷേധവുമായി വന്നിട്ടുള്ളത്. ഈ RDD ഓഫീസ് ഉപരോധം കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് നടന്നു വരികയായിരുന്നു. പ്രത്യേകിച്ച് പൂട്ടിയിട്ടുള്ള സമരം RDD ഓഫീസ് മലപ്പുറത്ത് നിന്ന് ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തും ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. MSFന്റെ നേതൃത്വത്തിലാണ് ഇന്നും RDD ഓഫീസിലേക്ക് പ്രതിഷേധം. കഴിഞ്ഞ 5 ദിവസമായി അവിടെ RDD ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് MSFന്റെ പ്രതിഷേധം നടക്കുകയാണ്. വനിതാ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയാണ്. ഷഹദ് റഹ്മാൻ ചേരുന്ന വിവരങ്ങളുമായി. ഷഹദ്, പറഞ്ഞോളൂ. വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതാ ഇപ്പോൾ അതായത് ഒരു ഭാഗത്ത് MSFന്റെയും മറുഭാഗത്ത് KSU പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. MSFൽ വനിതാ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് സമരം. കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് MSFന്റെ പുരുഷ പ്രവർത്തകരാണ് സമരം നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് വനിതാ പ്രവർത്തകരാണ് സമരം നടത്തിയിട്ടുള്ളത്. അതായത് ഈ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യവുമായിട്ട് ഇവർ വന്നിട്ടുള്ളത്. മലപ്പുറം RDD ഓഫീസാണ് ഈ പ്രവർത്തകർ പ്രധാനമായിട്ടും ഉപരോധിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ RDD ഓഫീസ് പൂട്ടിയിട്ട് സമരം നടത്തുന്നത് തുടരുകയായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് ഈ MSFന്റെ നേതൃത്വത്തിൽ ഈ RDD ഓഫീസ് പൂട്ടിയിട്ട് സമരം നടത്തുകയായിരുന്നു. ഇന്നിപ്പോൾ 5ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് മലപ്പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് SFI, അതുപോലെ തന്നെ KSU, MSF, ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്, AISF തുടങ്ങിയ സംഘടനകളുടെ ഒക്കെ തന്നെ നേതൃത്വത്തിൽ SFI പ്രവർത്തകരുടെ സമരം ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് KSU പ്രവർത്തകരുടേതാണ്. ഒരു ഭാഗത്ത് MSF പ്രവർത്തകരുടെയും മറുഭാഗത്ത് KSU കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഭാഗത്ത് പെൺകുട്ടികളുടെയും മറുഭാഗത്ത് MSFന്റെ പെൺകുട്ടികളുടെ നേതൃത്വത്തിൽ, മറുഭാഗത്ത് KSUവിന്റെ ആൺകുട്ടികളുടെ നേതൃത്വത്തിലാണ് സമരങ്ങൾ നടക്കുന്നത്. പൂർണ്ണമായിട്ടും ഈ RDD ഓഫീസ് പരിസരം സംഘർഷഭരിതമാണ് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് ഈ സമരങ്ങൾ ഇന്ന് ഇത്രയധികം ശക്തിപ്പെടാനുള്ള കാരണം നമുക്കറിയാം. ഇന്നാണ് +1 അതായത് ക്ലാസുകൾ ആരംഭിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി നിയമസഭക്കകത്തും പുറത്തും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധിയും ഇല്ല എന്നുള്ളതാണ്. എന്നാൽ സർക്കാരിന്റെ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കണക്കുകൾ കിടക്കുന്നുണ്ട്. ആ കണക്കുകൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം പാടെ തള്ളുന്നത്. പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുകയാണ്. പ്രത്യേകിച്ച് മലപ്പുറത്ത് 30,000-ലധികം വിദ്യാർത്ഥികൾക്കാണ് ഇനിയും സീറ്റ് ലഭിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും അധികം വലിയ പ്രതിസന്ധി നിലനിൽക്കുമ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രി തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സീറ്റ് പ്രതിസന്ധി ഇല്ല എന്നുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇത്തരത്തിൽ പ്രതിഷേധം ഘടിപ്പിക്കാനും വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ സർക്കാരിന്റെ തന്നെ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യവും. മാത്രമല്ല, MSFനെ സംബന്ധിച്ചിടത്തോളം MSF തുടക്കം മുതൽ തന്നെ ഈ സമര രംഗത്തുണ്ട്. പ്രത്യേകിച്ച് SFI വരെ ഈ സമരത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഈ ഇപ്പോഴുള്ള നിലപാട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ തുടർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ നിയമസഭക്കകത്തും പുറത്തും തുടർച്ചയായി വിദ്യാഭ്യാസ മന്ത്രി പരസ്പര ബന്ധമായിട്ടുള്ള കണക്കുകൾ പറയുന്ന ഒരു പശ്ചാത്തലത്തിലാണ് SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് ശക്തമായ പ്രതിഷേധം നടക്കുകയാണ്. MSFന്റെയും KSUവിന്റെയും പ്രവർത്തകരാണ് അവിടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. RDD ഓഫീസ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ശക്തമായ പോലീസ് സന്നാഹം അവിടെയുണ്ട്. പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. MSFും KSUവുമാണ് ഇപ്പോൾ പ്രതിഷേധത്തിൽ. അതിൽ തന്നെ MSFന്റെ വനിതാ പ്രവർത്തകരാണ് ഇന്ന് പ്രതിഷേധ രംഗത്തുള്ളത്. അവരെയെല്ലാം ബലമായി പോലീസ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. RDD ഓഫീസിലേക്ക് കടക്കാതെ പ്രതിഷേധക്കാരെ ബലമായി പോലീസ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും പ്രതിഷേധത്തിന് ശമനമില്ല. ഇന്ന് മറ്റ് വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഇന്ന് +1 ക്ലാസുകൾ തുടങ്ങുകയാണ്. മലപ്പുറത്തെ സംബന്ധിച്ച് 30,000-ലധികം കുട്ടികൾക്ക് ഇപ്പോഴും പ്രതിസന്ധി നേരിടുകയാണ് സീറ്റില്ലാതെ. നാളെ വിദ്യാഭ്യാസ മന്ത്രി
ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്ക് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ. ഇന്ന് SFIയും പ്രതിഷേധ രംഗത്തിറങ്ങുന്നുവെന്ന പ്രത്യേകതയുണ്ട്. മലപ്പുറം ജില്ലാ കളക്ടറേറ്റിലേക്ക് ഇന്ന് SFIയുടെ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോടും ശക്തമായ പ്രതിഷേധമാണ് നടന്നത്. നേരത്തെ അതിൻ്റെ ദൃശ്യങ്ങളും വന്നിരുന്നു. കോഴിക്കോട് RDD ഓഫീസിൽ KSU പ്രവർത്തകരാണ് ഉപരോധവുമായി എത്തിയത്. അവരെയും പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. ഷഹദ് വീണ്ടും ചേരുന്നു. ഷഹദ്, പറയൂ പുതിയ വിവരങ്ങൾ. വേണു, ഇപ്പോൾ കനത്ത മഴയാണ് മലപ്പുറം ജില്ലയിൽ. പക്ഷേ ആ മഴയെ പോലും അവഗണിച്ചാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ പ്രതിഷേധവുമായിട്ട് ഇവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ പ്രതിഷേധം നേരത്തെ തന്നെ പ്രഖ്യാപിച്ച പ്രതിഷേധങ്ങളായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഇന്ന് ഈ RDD ഒന്ന് ഫോണിലാക്കിടുക. ഫോൺ ലൈനിൽ ഇപ്പോൾ ചേരുന്നുണ്ട്. നേരത്തെ ശബ്ദതടസ്സം ഉണ്ടായിരുന്നു. ഷഹദ, പറഞ്ഞോളൂ. വേണു, ഇപ്പോൾ മലപ്പുറത്തെ കനത്ത മഴയാണ്. ആ മഴയെ പോലും അവഗണിച്ചാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധം ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കളക്ടറേറ്റിന്റെ ഉൾവശത്ത് നിന്ന്, അതായത് RDD ഓഫീസിന്റെ ഉൾവശത്ത് നിന്നും ഈ പ്രവർത്തകരെ ഒന്നാകെ ഇപ്പോൾ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം കളക്ടറേറ്റുകളിലേക്കും അതുപോലെ തന്നെ ഈ RDD ഓഫീസിലേക്കും ഉള്ള പശ്ചാത്തലത്തിൽ, അതായത് കനത്ത പോലീസ് കാവലിലാണ് ഈ മലപ്പുറം കളക്ടറേറ്റും ഒപ്പം തന്നെ RDD ഓഫീസ് പരിസരവും. വനിതാ പ്രവർത്തകരുടെ അടക്കം ഇന്ന് പ്രതിഷേധം നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത പശ്ചാത്തലത്തിൽ വനിതാ പ്രവർത്തകരും ഇന്ന് ഈ സമരത്തിൽ വനിതാ പോലീസും ഇന്ന് ഈ സമരത്തെ തീർക്കാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും MSFന്റെ വനിതാ പ്രവർത്തകരും ഒപ്പം തന്നെ KSU പ്രവർത്തകരും കൃത്യമായിട്ട് ഈ RDD ഓഫീസ് പരിസരത്ത് എത്തുകയും അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. MSFനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ MSF 4 ദിവസങ്ങളായിട്ട് സമരം തുടർച്ചയായി നടത്തി വരികയാണ്. ഇന്ന് 5ാമത്തെ ദിവസമാണ് എന്നുള്ളതാണ്. ഈ സമരം നടക്കുന്ന 5ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നും അത് വലിയ രീതിയിൽ പ്രതിഷേധം ഇരമ്പി. പ്രത്യേകിച്ച് വനിതാ പ്രവർത്തകരും ഇന്ന് ഈ പ്രതിഷേധത്തിൽ എന്നുള്ളതാണ്. ഇനി നടക്കാൻ പോകുന്നത് അതായത് ഫ്രറ്റേണിറ്റിയുടെയും അതുപോലെ തന്നെ SFIയുടെയും കൂടാതെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ AISF ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രതിഷേധം ഇന്ന് നടക്കും. അപ്പോൾ കളക്ടറേറ്റിന്റെ മുന്നിലേക്കാണ് ഈ സമരങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, +1 സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷമായി മലപ്പുറം ജില്ലയിൽ തുടരുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് +1 ക്ലാസ് കൂടി ആരംഭിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം കനപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിദ്യാർത്ഥികളുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ ഓൺ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് വിദ്യാർത്ഥികൾക്ക് ഈ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയാൻ പേടിയുണ്ട്, ഒപ്പം തന്നെ ചില തരത്തിലുള്ള ചില തരത്തിലുള്ള ആശങ്കകളുമുണ്ട്. കാരണം ഇനി ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയാൽ തനിക്ക് സീറ്റ് ലഭിക്കാതെ പോകുമോ എന്ന തരത്തിലുള്ള ആശങ്കകളും വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് വിദ്യാർത്ഥികൾ വലിയ രീതിയിലുള്ള നിരാശയിലാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം തങ്ങൾ മോശക്കാരായതുകൊണ്ടാണോ തങ്ങൾക്ക് സീറ്റ് ലഭിക്കാത്തത്? പ്രത്യേകിച്ച് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ച, അതുപോലെ തന്നെ 7 വിഷയങ്ങളിലൊക്കെ A+ ലഭിച്ച വിദ്യാർത്ഥികൾ പോലും ഇപ്പോഴും ഈ പടിക്ക് പുറത്തു നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് MSFന്റെ നേതൃത്വത്തിൽ തുടക്കം മുതൽ തന്നെ ഈ ഒരു പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് 5ാമത്തെ ദിവസമാണ് MSFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത്. RDD ഓഫീസ് പൂട്ടിയിട്ടുള്ള പ്രതിഷേധമായിരുന്നു ഇന്നും നടന്നിട്ടുണ്ടായിരുന്നത്. വനിതാ പ്രവർത്തകരാണ് ഈ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി വരും മണിക്കൂറുകളിൽ പ്രധാനമായിട്ടും SFI ഈ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്നു എന്നുള്ളതാണ്. അത് ഈ +1 സീറ്റുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇടതുപക്ഷ സർക്കാരിന്റെ വിദ്യാർത്ഥി സംഘടന തന്നെ സർക്കാരിനെതിരെ മാർച്ച് നടത്തുന്നു. മലപ്പുറത്തുനിന്ന് വിവരങ്ങളുമായി ചേർന്നത്. അവിടെ MSFന്റെയും KSUവിന്റെയും ശക്തമായ പ്രതിഷേധം നടക്കുകയാണ് +1 സീറ്റ് പ്രതിസന്ധിയിൽ.